ജതിൻ DK കമ്പനിയുടെ ട്രക്ക് ഓടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 42 വയസ്സ്, കാണാൻ അല്പം വണ്ണമുണ്ട്. അദ്ദേഹം ചരക്കും കൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് പോകും. ഇന്ന് സാധനങ്ങൾ കൊണ്ട് ഗാസിയാബാദിലേക്ക് പോകണം. ട്രക്കിൽ മൃഗങ്ങളെ കൊണ്ടുപോവേണ്ടതുണ്ട്. അതുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര മണവുമായിരിക്കും. മാത്രമല്ല കുറെ ദൂരം പോകാനുണ്ട്. ചേട്ടാ, ഇന്ന് ഞാനല്ലേ നിങ്ങളുടെ വണ്ടിയിൽ വരേണ്ടത്? ജതിനും ചോട്ടും വണ്ടിയും കൊണ്ട് ശരിയായി 12:01 ഗാസിയാബാദ് പോകാനായി തിരിച്ചു. 2 മണിക്കൂറോളം വണ്ടി ഓടിച്ചതിനു ശേഷം ചായ കുടിക്കാൻ നിർത്തി. ചോട്ടു, വണ്ടിയിൽ കാറ്റും വെള്ളവും കൊണ്ടുവന്ന് നോക്കണം കേട്ടോ. പിന്നെ മൃഗങ്ങളെയും നോക്കണമേ. ചത്തോ വല്ലതും പോയെങ്കിലോ? ഏതെങ്കിലും ഒന്ന് ചത്തുപോയാ പിന്നെ നമുക്കാ പണി. ശരി, ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കാം. ചോട്ടു വണ്ടിയുടെ എല്ലാ സൈഡും ചെക്ക് ചെയ്തു. അവൻ വണ്ടിക്കകത്ത് നോക്കിയപ്പോൾ അവിടെ ഒരാൾ ഉറങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. അവനെ കണ്ടിട്ട് അവൻ പറഞ്ഞു, ആരാ നീ? എന്നോട് ചോദിക്കാതെ എന്തിനാ വണ്ടിക്കകത്ത് കയറിയത്? അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല. എന്തുപറ്റി ചോട്ടു, നീ ആരോടെ സംസാരിക്കുന്നേ? അദ്ദേഹം പുറകിലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, ആരാ നീ? നീ എവിടേക്കാ പോകേണ്ടത്? പ്രേതം തല മുതൽ കാൽ വരെ മൂടിയിരിക്കുകയായിരുന്നു. അവർ തിരികെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് സങ്കടത്തോടെ ഒരു ധ്വനി കേട്ടത്. എനിക്ക് നല്ല സുഖമില്ല. എനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? ആ സ്ഥലം ഞാൻ നിങ്ങളോട് പറയാം. ശരി, വിട്ടേക്ക്. അയാൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിച്ചു കൊണ്ടുപോയി. സമയം രാത്രി 10:11 വഴിയിൽ ആഹാരം കഴിക്കാനായി വണ്ടി നിർത്തി. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ പോയി ആ ആളോടും ചോദിച്ചിട്ട് വരാം. അയാൾക്ക് നല്ല സുഖമില്ലെന്നല്ലേ പറഞ്ഞത്? ചോട്ടു ചെന്ന് ആ പ്രേതത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അവന് മറുപടിയൊന്നും കിട്ടിയില്ല. രണ്ടുപേരും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു. പിന്നെ സമയം 2 മണിയായപ്പോൾ ട്രക്കും കൊണ്ട് അവിടെ നിന്നും തിരിച്ചു. പിന്നെ പുറകിൽ നിന്നും വരുന്ന ശബ്ദം കേട്ടിട്ട് ചോട്ടു പറഞ്ഞു, ചേട്ടാ, ട്രക്കിന്റെ പുറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. മൃഗങ്ങളും ഇതിനകത്ത് കിടന്ന് കരയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതായിരിക്കും. അതുകൊണ്ട് ഒച്ച കേൾക്കുന്നേ. എലുമ്പ് മുറിയുന്നത് പോലെ ഒരു ശബ്ദമും പിന്നെ എന്തോ കടിച്ചു മുറിച്ച് കഴിക്കുന്നത് പോലെ ഒരു ശബ്ദമും കേട്ടു. എന്നിട്ട് മൃഗങ്ങളൊക്കെ അലറി കരയുന്ന ശബ്ദമും കേട്ടു. ചോട്ടു ജനലിൽ കൂടെ അവിടെ നിന്നും നോക്കി. അവിടെ വ്യത്യാസമായ ഒരു മനുഷ്യൻ അവന്റെ പാതി ശരീരവും പാതി എലുമ്പുമായിരിക്കുന്നത് അവൻ കണ്ടു. അത് ഒരുപാട് ഭീകരമായിരുന്നു. ഇത് കണ്ടപ്പോൾ ചോട്ടുവിന് ഒരുപാട് പേടി തോന്നി. എന്തുപറ്റി? നീ എന്തിനാ ഇത്രയും പേടിക്കുന്നേ? നന്നായി വിയർക്കുന്നുമുണ്ടല്ലോ. പേടിക്കാൻ മാത്രം അകത്ത് എന്താ ഉള്ളത്? ജതിൻ വണ്ടി നിർത്തിയിട്ട് ആ ജനലിൽ കൂടെ നോക്കി. അദ്ദേഹത്തിന് എല്ലാം ശരിയായിട്ട് തന്നെയാണ് കണ്ടത്. ചോട്ടു, നീ ഇരുട്ടത്ത് മൃഗങ്ങൾ അന്യോന്യം വഴക്കൂടുന്ന ശബ്ദമായിരിക്കും കേട്ടിരിക്കുക. അതിന്റെ നിഴലായിരിക്കും കണ്ടത്. പേടിക്കണ്ടെന്നേ. ചേട്ടാ, എനിക്കിതൊന്നും കണ്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല. ഈ കരച്ചിൽ കേട്ടിട്ട് അത്ര പന്തിയാണെന്നും തോന്നുന്നില്ല. എന്തിനെ കണ്ട് പേടിച്ച പോലെ എനിക്ക് തോന്നിയത്. അരമണിക്കൂറിനു ശേഷം പുറകിൽ നിന്നും വളരെ പതുക്കെ ഒരു ശബ്ദം കേട്ടു. വണ്ടി ഒന്ന് നിർത്ത്. എനിക്ക് താഴെ ഇറങ്ങണം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ബസ് സ്റ്റാൻഡ് വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടതായി വരും. അതുകൊണ്ടല്ലേ പറഞ്ഞത്, വണ്ടി വേഗം നിർത്ത്. അതിനകം തന്നെ പുറകെ നിന്നും ഒരു എലുമ്പുകൂടിന്റെ കൈ വന്ന് ചോട്ടുവിന്റെ കഴുത്തിലേക്ക് പിടിച്ചു. ചോട്ടു അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ചേട്ടാ, വണ്ടി നിർത്ത് പ്ലീസ്. എന്നെ വിട്ടേക്ക്. ജതിൻ ഉടൻ തന്നെ വണ്ടി നിർത്തി. ചോട്ടുവിനെ അതിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവനെ കൊണ്ട് പറ്റിയില്ല. ജതിൻ വണ്ടി തുടയ്ക്കുന്ന തുണി ഒരു ലൈറ്റർ കൊണ്ട് കത്തിച്ചു. ചോട്ടുവിന്റെ കഴുത്തിനെ അതിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനകം തന്നെ ചോട്ടുവിന്റെ കഴുത്തിനെ അത് ഓടിച്ചു കളഞ്ഞു. അവന്റെ കണ്ണൊക്കെ പുറത്തു വന്നു. അവൻ നിലവിളിക്കാൻ തുടങ്ങി, പ്ലീസ് എന്നെ വിട്ടേക്ക്, രക്ഷിക്കണേ. ആ പ്രേതം ജനലിൽ കൂടെ ചോട്ടുവിന്റെ കഴുത്തിൽ നിന്നും രക്തം കുടിക്കാൻ ശ്രമിച്ചു. ജതിൻ ആ കത്തുന്ന തുണി അതിന്റെ പുറത്തിട്ടിട്ട് ട്രക്കിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടിയ അദ്ദേഹം പേടിച്ചു തറയിലേക്ക് വീണു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ജതിൻ ട്രക്കോടൊപ്പം കാട്ടിൽ തന്നെ ഇരുന്നു. അവൻ കൊണ്ടുവന്ന മൃഗങ്ങളെയെല്ലാം ആരോ കൊന്നുകളഞ്ഞു. പേടിച്ചു പോയി വീണ്ടും മയങ്ങി താഴേക്ക് വീണു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ, ചേട്ടാ, ഒന്ന് കണ്ണു തുറന്നേ. നിങ്ങളെന്താ ഇവിടെ? വഴിതെറ്റി വല്ലതും വന്നതാണോ? നിങ്ങളെ പനിക്കുന്നുണ്ടല്ലോ. ജതിൻ അവിടെയുള്ള ജനങ്ങളോട് നടന്നതൊക്കെ പറഞ്ഞു. ചേട്ടാ, ഈ വഴി കൂടെ പോകുന്നവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പതിവാണ്. ഇതുകൊണ്ടാണ് ഈ വഴിയിൽ കൂടി ട്രക്കുകാര് 12 മണി മുതൽ 4 മണി വരെ ഇങ്ങോട്ട് വരാത്തത്. നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാ നിങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങളെ നന്നായി പനിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്.
5-6 ദിവസങ്ങൾക്ക് ശേഷം ജതിൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൻ ഗ്രാമത്തിലുള്ള ഒരാളോടൊപ്പം തിരിച്ചു വന്നുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ കൺമുന്നിൽ അതേ സംഭവം തന്നെയാ തെളിഞ്ഞു വരുന്നേ. എന്റെ കാതിലേക്ക് അതേപോലൊരു ശബ്ദവും വരുന്നു. തിരിച്ചു പോവാനാ പറയുന്നേ. ചേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? വണ്ടി നിർത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. ഗ്രാമത്തിലെ ആൾ പറഞ്ഞത് കേട്ട് വണ്ടി കൺട്രോൾ ഇല്ലാതെ ഒരു മരത്തിൽ ചെന്ന് ഇടിച്ചു. വേഗത കുറവായതുകൊണ്ട് പരിക്കൊന്നും ഏറ്റില്ല. പക്ഷേ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാണ്. വിരലുകളൊക്കെ വലിച്ചു കൂട്ടുന്നു. കണ്ണില് മൊത്തം ഇരുട്ട് കയറിയിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ജതിൻ മയങ്ങിപ്പോയി. ചേട്ടാ, ചേട്ടാ, എഴുന്നേൽക്ക്. അദ്ദേഹം ജതിനെ ഡ്രൈവർ സീറ്റിൽ നിന്നും താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് പറ്റിയില്ല. 2 പേർ ഹെൽപ്പ് ചെയ്യാൻ എത്തി. എന്നിട്ട് ജതിനെ താഴേക്ക് എടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ എണീപ്പിക്കാൻ ശ്രമിച്ചു. ആ നിലയിൽ പോലും ജതിൻ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ജതിൻ കണ്ണു തുറന്നു നോക്കി. அண்ணா இப்ப கூட உங்க உடம்பு சரியில்லைன்னு நினைக்கிறேன். நாங்க ட்ரக்கை ஓட்டிக்கிட்டு வரோம், நீங்க பேசாம இருங்க. நாங்க சிவபாபா கிட்ட வேண்டிக்கிறோம், அவருக்கு பிரசாதத்தை படைப்போம். ജതിനെ കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എന്നുള്ള ശബ്ദം മാത്രം കേട്ടു. ഇപ്പോഴും അവന്റെ കണ്ണുകളിൽ ആ പേടിയുണ്ടായിരുന്നു. അവന് തലയൊക്കെ ചുറ്റുന്നത് പോലെ, വളരെ ഭാരമായിരിക്കുന്നത് പോലെ തോന്നി. അവൻ നിലത്തു വീണു. ഒരുപാട് പ്രശ്നങ്ങൾക്കു ശേഷം ജതിൻ അവന്റെ വീട്ടിലേക്ക് എത്തി. ഗ്രാമത്തിലെ ആൾ എല്ലാ കാര്യങ്ങളും ട്രക്ക് ഓണറിനോട് പറഞ്ഞു. ജതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ 1.5 മാസത്തിന് ശേഷം ജതിൻ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് എത്തി. ഇനി ഒരിക്കലും ഞാൻ ട്രക്ക് ഓടിക്കുകയില്ല. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ജയ് കാളി, ജയ് കാളി. ഇന്നും ആ റോട്ടിൽ രാത്രി 12 മണി മുതൽ 4 മണി വരെ ഒരു വണ്ടിയും ഓടാറില്ലായിരുന്നു. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ജതിൻ DK കമ്പനിയുടെ ട്രക്ക് ഓടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 42 വയസ്സ്, കാണാൻ അല്പം വണ്ണമുണ്ട്. അദ്ദേഹം ചരക്കും കൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് പോകും. ഇന്ന് സാധനങ്ങൾ കൊണ്ട് ഗാസിയാബാദിലേക്ക് പോകണം. ട്രക്കിൽ മൃഗങ്ങളെ കൊണ്ടുപോവേണ്ടതുണ്ട്. അതുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര മണവുമായിരിക്കും. മാത്രമല്ല കുറെ ദൂരം പോകാനുണ്ട്. ചേട്ടാ, ഇന്ന് ഞാനല്ലേ നിങ്ങളുടെ വണ്ടിയിൽ വരേണ്ടത്? ജതിനും ചോട്ടും വണ്ടിയും കൊണ്ട് ശരിയായി 12:01 ഗാസിയാബാദ് പോകാനായി തിരിച്ചു. 2 മണിക്കൂറോളം വണ്ടി ഓടിച്ചതിനു ശേഷം ചായ കുടിക്കാൻ നിർത്തി. ചോട്ടു, വണ്ടിയിൽ കാറ്റും വെള്ളവും കൊണ്ടുവന്ന് നോക്കണം കേട്ടോ. പിന്നെ മൃഗങ്ങളെയും നോക്കണമേ. ചത്തോ വല്ലതും പോയെങ്കിലോ? ഏതെങ്കിലും ഒന്ന് ചത്തുപോയാ പിന്നെ നമുക്കാ പണി. ശരി, ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കാം. ചോട്ടു വണ്ടിയുടെ എല്ലാ സൈഡും ചെക്ക് ചെയ്തു. അവൻ വണ്ടിക്കകത്ത് നോക്കിയപ്പോൾ അവിടെ ഒരാൾ ഉറങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. അവനെ കണ്ടിട്ട് അവൻ പറഞ്ഞു, ആരാ നീ? എന്നോട് ചോദിക്കാതെ എന്തിനാ വണ്ടിക്കകത്ത് കയറിയത്? അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല. എന്തുപറ്റി ചോട്ടു? നീ ആരോടെ സംസാരിക്കുന്നേ? അദ്ദേഹം പുറകിലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, ആരാ നീ? നീ എവിടേക്കാ പോകേണ്ടത്? പ്രേതം തല മുതൽ കാൽ വരെ മൂടിയിരിക്കുകയായിരുന്നു. അവർ തിരികെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് സങ്കടത്തോടെ ഒരു ധ്വനി കേട്ടത്. എനിക്ക് നല്ല സുഖമില്ല. എനിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്? ആ സ്ഥലം ഞാൻ നിങ്ങളോട് പറയാം. ആ ശരി, വിട്ടേക്ക്. അയാൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിച്ചു കൊണ്ടുപോയി. സമയം രാത്രി 10-11 വഴിയിൽ ആഹാരം കഴിക്കാനായി വണ്ടി നിർത്തി. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ പോയി ആ ആളോടും ചോദിച്ചിട്ട് വരാം. അയാൾക്ക് നല്ല സുഖമില്ലെന്നല്ലേ പറഞ്ഞത്? ചോട്ടു ചെന്ന് ആ പ്രേതത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അവന് മറുപടിയൊന്നും കിട്ടിയില്ല. 2 പേരും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു. പിന്നെ സമയം 2 മണിയായപ്പോൾ ട്രക്കും കൊണ്ട് അവിടെ നിന്നും തിരിച്ചു. പിന്നെ പുറകിൽ നിന്നും വരുന്ന ശബ്ദം കേട്ടിട്ട് ചോട്ടു പറഞ്ഞു, ചേട്ടാ, ട്രക്കിന്റെ പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. മൃഗങ്ങളും ഇതിനകത്ത് കിടന്ന് കരയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതായിരിക്കും. അതുകൊണ്ട് ഒച്ച കേൾക്കുന്നേ. എലുമ്പ് മുറിയുന്നത് പോലെ ഒരു ശബ്ദമും പിന്നെ എന്തോ കടിച്ചു മുറിച്ച് കഴിക്കുന്നത് പോലൊരു ശബ്ദമും കേട്ടു. എന്നിട്ട് മൃഗങ്ങളൊക്കെ അലറി കരയുന്ന ശബ്ദവും കേട്ടു. ചോട്ടു ജനലിൽ കൂടെ അവിടെ നിന്നും നോക്കി. അവിടെ വ്യത്യാസമായ ഒരു മനുഷ്യൻ അവന്റെ പാതി ശരീരവും പാതി എലുമ്പുമായിരിക്കുന്നത് അവൻ കണ്ടു. അത് ഒരുപാട് ഭീകരമായിരുന്നു. ഇത് കണ്ടപ്പോൾ ചോട്ടുവിന് ഒരുപാട് പേടി തോന്നി. എന്തുപറ്റി? നീ എന്തിനാ ഇത്രയും പേടിക്കുന്നേ? നന്നായി വിയർക്കുന്നുമുണ്ടല്ലോ. പേടിക്കാൻ മാത്രം അകത്ത് എന്താ ഉള്ളത്? ജതിൻ വണ്ടി നിർത്തിയിട്ട് ആ ജനലിൽ കൂടെ നോക്കി. അദ്ദേഹത്തിന് എല്ലാം ശരിയായിട്ട് തന്നെയാണ് കണ്ടത്. ചോട്ടു, നീ ഇരുട്ടത്ത് മൃഗങ്ങൾ അന്യോന്യം വഴക്കൂടുന്ന ശബ്ദമായിരിക്കും കേട്ടിരിക്കുക. അതിന്റെ നിഴലായിരിക്കും കണ്ടത്. പേടിക്കണ്ടെന്നേ. ചേട്ടാ,
എനിക്കിതൊന്നും കണ്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല. ഈ കരച്ചിൽ കേട്ടിട്ട് അത്ര പന്തിയാണെന്നും തോന്നുന്നില്ല. എന്തിനെ കണ്ട് പേടിച്ച പോലെ എനിക്ക് തോന്നിയത്. അരമണിക്കൂറിനു ശേഷം പുറകിൽ നിന്നും വളരെ പതുക്കെ ഒരു ശബ്ദം കേട്ടു. വണ്ടി ഒന്ന് നിർത്ത്, എനിക്ക് താഴെ ഇറങ്ങണം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ബസ് സ്റ്റാൻഡ് വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടതായി വരും. അതുകൊണ്ടല്ലേ പറഞ്ഞത്, വണ്ടി വേഗം നിർത്ത്. അതിനകം തന്നെ പുറകെ നിന്നും ഒരു എലുമ്പുകൂടിന്റെ കൈ വന്ന് ചോട്ടുവിന്റെ കഴുത്തിലേക്ക് പിടിച്ചു. ചോട്ടു അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ചേട്ടാ, വണ്ടി നിർത്ത് പ്ലീസ്, എന്നെ വിട്ടേക്ക്. ജതിൻ ഉടൻ തന്നെ വണ്ടി നിർത്തി. ചോട്ടുവിനെ അതിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവനെ കൊണ്ട് പറ്റിയില്ല. ജതിൻ വണ്ടി തുടയ്ക്കുന്ന തുണി ഒരു ലൈറ്റർ കൊണ്ട് കത്തിച്ചു. ചോട്ടുവിന്റെ കഴുത്തിനെ അതിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതിനകം തന്നെ ചോട്ടുവിന്റെ കഴുത്തിനെ അത് ഒടിച്ചു കളഞ്ഞു. അവന്റെ കണ്ണൊക്കെ പുറത്തു വന്നു. അവൻ നിലവിളിക്കാൻ തുടങ്ങി, പ്ലീസ് എന്നെ വിട്ടേക്ക്, രക്ഷിക്കണേ. ആ പ്രേതം ജനലിൽ കൂടെ ചോട്ടുവിന്റെ കഴുത്തിൽ നിന്നും രക്തം കുടിക്കാൻ ശ്രമിച്ചു. ജതിൻ ആ കത്തുന്ന തുണി അതിന്റെ പുറത്തിട്ടിട്ട് ട്രക്കിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടിയ അദ്ദേഹം പേടിച്ചു തറയിലേക്ക് വീണു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ജതിൻ ട്രക്കോടൊപ്പം കാട്ടിൽ തന്നെ ഇരുന്നു. അവൻ കൊണ്ടുവന്ന മൃഗങ്ങളെയെല്ലാം ആരോ കൊന്നുകളഞ്ഞു. പേടിച്ചു പോയി വീണ്ടും മയങ്ങി താഴേക്ക് വീണു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ, ചേട്ടാ ഒന്ന് കണ്ണു തുറന്നേ, നിങ്ങളെന്താ ഇവിടെ? വഴിതെറ്റി വല്ലതും വന്നതാണോ? നിങ്ങളെ പനിക്കുന്നുണ്ടല്ലോ. ജതിൻ അവിടെയുള്ള ജനങ്ങളോട് നടന്നതൊക്കെ പറഞ്ഞു. ചേട്ടാ, ഈ വഴി കൂടെ പോകുന്നവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പതിവാണ്. ഇതുകൊണ്ടാണ് ഈ വഴിയിൽ കൂടി ട്രക്കുകാര് 12 മണി മുതൽ 4 മണി വരെ ഇങ്ങോട്ട് വരാത്തത്. നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാ നിങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങളെ നന്നായി പനിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. 5-6 ദിവസങ്ങൾക്ക് ശേഷം ജതിൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൻ ഗ്രാമത്തിലുള്ള ഒരാളോടൊപ്പം തിരിച്ചു വന്നുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന്, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നേ? എന്റെ കൺമുന്നിൽ അതേ സംഭവം തന്നെയാ തെളിഞ്ഞു വരുന്നേ. എന്റെ കാതിലേക്ക് അതേപോലൊരു ശബ്ദവും വരുന്നു. തിരിച്ചു പോവാനാ പറയുന്നേ. ചേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? വണ്ടി നിർത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. ഗ്രാമത്തിലെ ആൾ പറഞ്ഞത് കേട്ട് വണ്ടി കൺട്രോൾ ഇല്ലാതെ ഒരു മരത്തിൽ ചെന്ന് ഇടിച്ചു. വേഗത കുറവായതുകൊണ്ട് പരിക്കൊന്നും ഏറ്റില്ല. പക്ഷേ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാണ്. വിരലുകളൊക്കെ വലിച്ചു കൂട്ടുന്നു. കണ്ണില് മൊത്തം ഇരുട്ട് കയറിയിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ജതിൻ മയങ്ങിപ്പോയി. ചേട്ടാ, ചേട്ടാ എഴുന്നേൽക്ക്. അദ്ദേഹം ജതിനെ ഡ്രൈവർ സീറ്റിൽ നിന്നും താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് പറ്റിയില്ല. 2 പേർ ഹെൽപ്പ് ചെയ്യാൻ എത്തി. എന്നിട്ട് ജതിനെ താഴേക്ക് എടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ എണീപ്പിക്കാൻ ശ്രമിച്ചു. ആ നിലയിൽ പോലും ജതിൻ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ജതിൻ കണ്ണു തുറന്നു നോക്കി. அண்ணா, இப்ப கூட உங்க உடம்பு சரியில்லைன்னு நினைக்கிறேன். நாங்க ட்ரக்க ஓட்டிக்கிட்டு வரோம், நீங்க பேசாம இருங்க. நாங்க சிவபாபா கிட்ட வேண்டிக்கிறோம், அவருக்கு பிரசாதத்தை படைப்போம். ജതിനെ കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എന്നുള്ള ശബ്ദം മാത്രം കേട്ടു. ഇപ്പോഴും അവന്റെ കണ്ണുകളിൽ ആ പേടിയുണ്ടായിരുന്നു. അവന് തലയൊക്കെ ചുറ്റുന്നത് പോലെ, വളരെ ഭാരമായിരിക്കുന്നത് പോലെ തോന്നി. അവൻ നിലത്തു വീണു. ഒരുപാട് പ്രശ്നങ്ങൾക്കു ശേഷം ജതിൻ അവന്റെ വീട്ടിലേക്ക് എത്തി. ഗ്രാമത്തിലെ ആൾ എല്ലാ കാര്യങ്ങളും ട്രക്ക് ഓണറിനോട് പറഞ്ഞു. ജതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ 1.5 മാസത്തിന് ശേഷം ജതിൻ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് എത്തി. ഇനി ഒരിക്കലും ഞാൻ ട്രക്ക് ഓടിക്കുകയില്ല. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ജയ് കാളി, ജയ് കാളി. ഇന്നും ആ റോട്ടിൽ രാത്രി 12 മണി മുതൽ 4 മണി വരെ ഒരു വണ്ടിയും ഓടാറില്ലായിരുന്നു. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.